നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ INS സുനൈന സീഷെൽസിലെ പോർട്ട് വിക്ടോറിയ സന്ദർശിച്ച വാർത്ത വലിയ ശ്രദ്ധ നേടുകയാണ്. വിന്യാസ സമയത്ത് ഇന്ത്യൻ കപ്പൽ സീഷെൽസ് കോസ്റ്റ് ഗാർഡുമായി സംയുക്ത സാമ്പത്തിക എക്സ്ക്ലൂസീവ് സോൺ നിരീക്ഷണം നടത്തുമെന്നാണ് പുതിയ വിവരം. സദേൺ നേവൽ കമാൻഡ് ആസ്ഥാനമായുള്ള ഓഫ് ഷോർ പട്രോളിംഗ് കപ്പലായ INS സുനൈന കഴിഞ്ഞ ആഴ്ചയാണ് സീഷെൽസിലെ പോർട്ട് വിക്ടോറിയയിൽ പ്രവേശിച്ചത്. INS സുനൈനയുടെ സീഷെൽസ് സന്ദർശനം സാഗർ, അതായത് എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും എന്ന ഇന്ത്യൻ കാഴ്ചപ്പാട് അനുസൃതമായി ഇരു നാവികസേനകളും തമ്മിലുള്ള സൗഹൃദവും പരസ്പര സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടാണ് എന്നത് എടുത്തു പറയണം. INS സുനൈനയെ സീഷെൽസ് കോസ്റ്റ് ഗാർഡിന്റെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. കൂടാതെ കപ്പലിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യൻ നാവികസേനയുടെയും സീഷെൽസ് പ്രതിരോധ സേനയുടെയും ഉദ്യോഗസ്ഥർ ഔദ്യോഗികവും സാമൂഹികവുമായ ഇടപെടലുകളിലും ചർച്ച നടത്തും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ സംരംഭമായ സാഗർ, അതായത് മേഖലയിലെ എല്ലാവർക്കും സുരക്ഷയും വളർച്ചയും എന്ന കാഴ്ചപ്പാടുമായി യോജിച്ച് സൗഹൃദവും പരസ്പര ധാരണയും വളർത്തിയെടുക്കുന്നതിനാണ് ഈ പ്രവർത്തനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. INS സുനൈനയുടെ വരവ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ മനോഭാവത്തിന് അടിവരയിടുന്നുണ്ട്. കടൽ സുരക്ഷ നിലനിർത്തുന്നതിനും അനധികൃത മത്സ്യബന്ധനം, കള്ളക്കടത്ത്, കടൽ കൊള്ള തുടങ്ങിയ വെല്ലുവിളികളെ ചെറുക്കുന്നതിനും ഈ സംയുക്ത പ്രവർത്തനം നിർണായകമാണ്. സീഷെൽസിന്റെ സാമ്പത്തിക ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ EEZ-ന്റെ, അതായത് ഇക്കണോമിക് എക്സ്ക്ലൂസീവ് സോൺ സുരക്ഷ ഉറപ്പാക്കുകയാണ് സഹകരണ നിരീക്ഷണ ദൗത്യങ്ങൾ ലക്ഷ്യമിടുന്നത്. INS സുനൈനയുടെ സന്ദർശനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിശാലമായൊരു തന്ത്രത്തിന്റെ ഭാഗമാണിത്. ഈ വർഷം ആദ്യം മാർച്ചിൽ പോർട്ട് വിക്ടോറിയയിൽ നടന്ന എക്സസൈസ് കട്ലാസ് എക്സ്പ്രസ് 2024-ൽ ഫസ്റ്റ് ട്രെയിനിംഗ് സ്ക്വാഡിന്റെ ലീഡർഷിപ്പായ INS ടിർ പങ്കെടുത്തിരുന്നു. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 8 വരെ നടന്ന ഈ അഭ്യാസം സീഷെൽസ് പ്രസിഡന്റ് ഇന്ത്യ, USA, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. 2019 മുതൽ ഇത്തരം അഭ്യാസങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ പങ്കാളിത്തം പ്രാദേശിക സുരക്ഷയ്ക്കും സഹകരണത്തിനുമുള്ള പ്രതിബദ്ധതയെ അടിവരയിടുന്നുണ്ട്. കടൽ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനവും മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന വാർഷിക നാവിക പരിശീലനമാണ് കട്ലാസ് എക്സ്പ്രസ്. അഭ്യാസവേളയിൽ 16 സൗഹൃദ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പങ്കാളികളുമായി ഇന്ത്യൻ നാവികസേനയുടെ സജീവ ഇടപെടൽ അന്താരാഷ്ട്ര സമുദ്ര പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിൽ അതിന്റെ സജീവമായ നിലപാടിന്റെ തെളിവാണ്. INS സുനൈനയുടെ ഇപ്പോഴത്തെ സന്ദർശനം ഇന്ത്യൻ സീഷെലോയ്സ് നാവിക സേനകൾ തമ്മിലുള്ള പ്രവർത്തന സന്നദ്ധതയും പരസ്പര വിശ്വാസവും വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻകാല ഇടപെടലുകളുടെ വിജയത്തെ പടുത്തുയർത്തുമെന്ന പ്രതീക്ഷയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ സന്ദർശന വേളയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഔദ്യോഗിക മീറ്റിംഗുകളും സാമൂഹിക ഇടപെടലുകളും ഉൾപ്പെടെ മികച്ച രീതികൾ പങ്കിടുന്നതിനും സമുദ്ര പ്രവർത്തനങ്ങളിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് എന്നത് ഉറപ്പാണ്. സീഷെൽസ് കോസ്റ്റ് ഗാർഡും ഇന്ത്യൻ നേവിയും സഹകരണത്തിന്റെ ഒരു നീണ്ട ചരിത്രം തന്നെ പങ്കിടുന്നുണ്ട്. ഈ സന്ദർശനം അവരുടെ ശാശ്വത ബന്ധത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ്. സമുദ്ര സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും പ്രദേശത്തെ ജലത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള പങ്കിട്ട പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്ന നീക്കങ്ങളാണ് നടക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ അടുത്ത അയൽക്കാർ എന്ന നിലയിൽ ഇന്ത്യയും സീഷെൽസും പൊതുവായ സമുദ്ര വെല്ലുവിളികളെ നേരിടാൻ സ്ഥിരമായി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂട്ടായ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കും ഊന്നൽ നൽകുന്ന സാഗറിന്റെ കാഴ്ചപ്പാടാണ് ഈ സഹകരണ ശ്രമങ്ങളുടെ കാതൽ. സംയുക്ത സംരംഭങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെയും സമുദ്രശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും സുസ്ഥിരവും സുരക്ഷിതവുമായ സമുദ്ര അന്തരീക്ഷത്തിലേക്ക് സംഭാവന ചെയ്യുക എന്നതാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. ഈ സന്ദർശനത്തിന്റെ വിജയകരമായ പൂർത്തീകരണം ഇന്ത്യയും സീഷെൽസും തമ്മിലുള്ള സമുദ്രബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് ഭാവിയിലെ സഹകരണങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പങ്കാളിത്തം സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുക മാത്രമല്ല, പ്രാദേശിക സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും വിശാലമായ ലക്ഷ്യത്തിലേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യുന്നുണ്ട്.